ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ ഒരു വാദവും ആ വാദത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു നിലക്കും ഒരു പ്രമാണവും ഇല്ലാതെ കടന്നു വന്നവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിനെ പച്ചയായി ഈ വിസ്ഡം ജിന്ന് എന്ന വിഭാഗം പരസ്യമായി ദുർവ്യാഖ്യാനിക്കുകയാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട്, അലാ ഉരീകംറാതൻ മിൻ അഹ്ലിൽ ജന്ന. ഇബ്നു അബ്ബാസ് പറയാണ് എത്താഗ് എന്ന ആളോട്, സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരണോന്ന് ചോദിച്ചു. ഖുൽതു ബലാന്ന്, അതേന്ന്. ഹാദിൽ മർഅ അസ്സൗദാ, ഈ കറുത്ത സ്ത്രീ, കറുത്ത നിറമുള്ള പെണ്ണ്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ തിരുമേനിയുടെ അടുത്ത് അവർ ചെന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഇന്നി യുസ്റഉ, ഞാൻ എന്ത് അപസ്മാരുണ്ട് എനിക്ക്. അപസ്മാരം, അപസ്മാരത്ത് ഉള്ള ആൾക്ക് മസ്റൂ എന്ന് പറയും, ജിന്ന് ബാധിച്ച ആൾക്കൊക്കെ മസ്റൂ എന്ന് പറയും. വൈന്നി അത്തകശഫി, അപസ്മാര രോഗമുണ്ടാകുമ്പോൾ എൻ്റെ ബോധം പോവുകയാണല്ലോ, അതുകൊണ്ട് എൻ്റെ ഔറത്ത് പുറത്തു പോകുന്നുണ്ടെന്ന്, ഔറത്ത് പുറത്താവുന്നുണ്ടെന്ന്. അതുകൊണ്ട് അന്ത്യദൂതരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സഹിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന്. ഇനി അതല്ല, പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ചെയ്യാന്ന്. ഇങ്ങനെ നമുക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമ്മളും സഹിക്കും അല്ലേ? സ്വർഗമുണ്ടെന്ന് ഉറപ്പ്, ഈ സ്ത്രീക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാ. അപ്പൊ ചില ആൾക്കാർ ഈ സഹനത്തിന്റെ പ്രത്യേകത ഇവിടെ വല്ലാതെ കട്ടി കൂട്ടി പറയും. ഈ താങ്ങാൻ പറ്റാത്ത വെയിറ്റ് ഈ സാധനത്തിന് കൊണ്ട് വെച്ചു കൊടുക്കും, എന്നിട്ട് സഹിക്കുക എന്നല്ല. അപ്പോഴും മന്ത്രം വേണ്ടാന്ന് വരുത്താനാണ് ഇപ്പൊ. ആരിപ്പോ ആദ്യം ചെയ്തത്? ഈ കട്ടികൾ എടുത്തു വെച്ചു കൊടുത്ത ആരാണത്? ആ കട്ടി എടുത്ത് വെച്ച്, ആ ക്ഷമയുടെ കട്ടി എടുത്ത് അവിടെ വെച്ചു കൊടുത്ത ആരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കട്ടിയെടുത്ത് വെക്കാണ്. എനിക്ക് അപസ്മാരം ബാധിച്ച നബിയെ പ്രാർത്ഥിക്കണം. നബി ആ കട്ടിയെടുത്ത് വെച്ചു, മോളെ ഇൻശിഇതി സബർതി വലക്കിൽ ജന്ന, ക്ഷമിച്ചാ സ്വർഗ്ഗമുണ്ട്. കട്ടിയെടുത്തിട്ട് അങ്ങോട്ട് വെച്ചു. ആ സ്ത്രീ എഴുന്നേറ്റില്ല. ആ കട്ടിങ് വെച്ചപ്പോ പെണ്ണ് എഴുന്നേറ്റില്ല. പെണ്ണ് പറഞ്ഞു, അസ്ബിറു യാ റസൂലല്ലാഹ്, എങ്കിൽ ആ കട്ടി ഞാൻ ചുമന്നോളാം നബിയേ. ഇവര് പറയാൻ പറ്റൂല, ആ കട്ടി എടുത്ത് വെക്കാൻ പറ്റൂല, അങ്ങനെ കട്ടി കൂട്ടും. നബി പറഞ്ഞ പോരാ, അവർക്ക് നബി പറഞ്ഞെടുത്തിക്കൂല. ഇരിക്കട്ടോ ബാക്കി. മനസ്സിലായോ? മന്ത്രം വേണ്ട, സഹിക്കാൻ പറഞ്ഞല്ലോ, സഹിക്കാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞ ശരിയാ, സഹിച്ചോളി, സ്വർഗണ്ടെന്ന് ഉറപ്പുള്ളവന് സഹിക്കാം. സ്വർഗണ്ടെങ്കിൽ ഉറപ്പാണ്, സ്വർഗണ്ടെന്ന് ഉറപ്പാണെങ്കിൽ സഹിച്ചോന്ന് പണ്ഡിതന്മാർ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും, ഒരു അരപ്പണ്ഡിതനെ കൊണ്ടുപോവാ. ഒരു പണ്ഡിതൻ വേണ്ട, ഒരു അരപ്പണ്ഡിതനെ കൊണ്ടുപോവാ. നിങ്ങൾ ഇത് പറഞ്ഞ, ഈ വിവരക്കേട് പറഞ്ഞ ഒരു അരപ്പണ്ഡിതൻ ലോകത്തുണ്ടോ? നബി പറഞ്ഞതിനെതിരെ പറയുന്ന പണ്ഡിതനോ? നബി പറഞ്ഞതിനെതിരെ പറയുന്ന പണ്ഡിതനോ? ഖുർആൻ പറഞ്ഞതിനെതിരെ പറയുന്ന പണ്ഡിതനോ? അവൻ പണ്ഡിതനല്ല, ജാഹിലാണ്. ഖുർആനെതിരെ പറയുന്നവൻ പണ്ഡിതനല്ല, ജാഹിലാണ്. ഹദീസിനെതിരെ പറയുന്നവൻ പണ്ഡിതനല്ല, ജാഹിലാണ്. മനസ്സിലാക്ക്. ഈ രൂപത്തിൽ അത് തലതിരിക്കണം. സഹിച്ചാലും സ്വർഗണ്ടെന്ന് ഉറപ്പല്ലേ? പക്ഷെ നമ്മളെ ആൾക്കാർക്കൊക്കെ പെണ്ണെന്ന് പോലെ ഉറപ്പുണ്ടോ? ഉറപ്പില്ലല്ലോ. പക്ഷെ റസൂൽ തിരുമേനിയാണ് പറഞ്ഞത് നിനക്ക് സ്വർഗം. നമുക്ക് ആർക്കും സ്വർഗമുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പില്ലല്ലോ. ഉറപ്പുണ്ടെങ്കിൽ ക്ഷമിക്കാം. പക്ഷെ നമുക്ക് എന്തില്ല, ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് വല്ലാത്തൊരു മസലയാണ്. ഒന്നുകൂടി അത് ക്ലിയർ ചെയ്ത് കേട്ടോ. വെയിറ്റ് ഈ സാധനത്തിൽ കൊണ്ട് വെച്ചു കൊടുക്കും, എന്നിട്ട് സഹിക്കുക എന്നല്ല. അപ്പോഴും മന്ത്രം വേണ്ടാന്ന് വരുത്താനാണ് ഇപ്പൊ. മനസ്സിലായോ? മന്ത്രം വേണ്ട, സഹിക്കാൻ പറഞ്ഞല്ലോ, സഹിക്കാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞ ശരിയാ, സഹിച്ചോളി, സ്വർഗണ്ടെന്ന് ഉറപ്പുള്ളവന് സഹിക്കാം. പിന്നെന്താ, സഹിച്ചാലും അവൻ സ്വർഗണ്ടെന്ന് ഉറപ്പല്ലേ? പക്ഷെ നമ്മളെ ആൾക്കാർക്ക് പെണ്ണെന്ന് പോലെ ഉറപ്പുണ്ടോ? ഉറപ്പില്ലല്ലോ. പക്ഷെ റസൂൽ തിരുമേനിയാണ് പറഞ്ഞ് നിനക്ക് സ്വർഗമുണ്ട് എന്ന് ഉറപ്പാണ് കൊടുത്തിട്ടുണ്ട്. നീ ഇതിന് സഹിച്ചാൽ നിനക്ക് സ്വർഗമാണ്. അപ്പൊ പിന്നെ അവർ ഉറപ്പിച്ച് പറയുന്ന എനിക്ക് നിങ്ങളും പ്രാർത്ഥിക്കന്നെ വേണ്ട, ഞങ്ങൾ തന്നെയാണ് മരിച്ചു ചെയ്തോളാം. പിന്നെ ഇത് കഴിഞ്ഞാൽ സ്വർഗമല്ലേ, പിന്നെന്താ പ്രശ്നം? അപ്പൊ ഉറപ്പുണ്ടെങ്കിലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. സ്വർഗം ഉറപ്പ് കിട്ടിയാൽ ക്ഷമിക്കാം. അള്ള എന്ത് പറഞ്ഞോ അതിന് നേരെ തിരിവ്. അള്ള എന്താ പറഞ്ഞത്? ഉറപ്പുണ്ടെങ്കിൽ അത് ക്ഷമിച്ചാൽ മതി എന്ന് അള്ള പറഞ്ഞത് അല്ല. ക്ഷമിക്കുന്നവന് സ്വർഗം അല്ല പറയാം. ക്ഷമിക്കുന്നവന് സ്വർഗം. ഇയാളോ സ്വർഗം ഉണ്ടെങ്കിൽ ക്ഷമ. നേരെ തിരിച്ചു. സാധാരണ തലകുത്തനെ എന്ന് സാധാരണ പറയാറുണ്ട്. ഇതങ്ങനെ പറഞ്ഞാൽ പോരാ, കുല തത്തേരെ എന്ന് പറയണം. വല്ലാത്തൊരു തിരിക്കലാണ് തിരിച്ചത്. ആ രൂപത്തിൽ നേരെ ഉൾട്ടയാക്കിയത്. തലതിരിച്ചു അല്ല, കുല തിരിച്ചു എന്ന് പറയുന്ന രൂപത്തിൽ നേരെ തലതിരിച്ച് അത് ഏറ്റവും വികൃതമായി എന്താണോ ഹദീസിൽ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ നിന്ന് അതിനെ അടർത്തി മാറ്റി നേരെ എതിരാശയത്തിലേക്ക് അത് കൊണ്ടുവന്നു. അപ്പോ ക്ഷമിച്ചാൽ സ്വർഗം എന്ന് പറയുന്നിടത്ത് സ്വർഗം ഉണ്ടെങ്കിൽ ക്ഷമിക്കാൻ നേരെ തിരിച്ചു. ആ പെണ്ണ് ക്ഷമിക്കാൻ കാര്യം എന്താ? നബി പറഞ്ഞു വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗം.
അല്ലാതെ ഇവർക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നേരെ മറിച്ച് നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗം. അപ്പൊ പെണ്ണിന് സ്വർഗ്ഗം ഉണ്ടെന്ന് ഉറപ്പാ, നമുക്ക് ആ ഉറപ്പ് കിട്ടിയിട്ടില്ല. എന്ന കൂട്ടരെ ഈ ഹദീസ് ഇമാം ബുഖാരി കൊണ്ടുവന്ന് എവിടെന്നറിയോ? ബാബു ഫളി മൻ യുസ്റഅ മിനർ റിഹ്, അപസ്മാരബാധയേറ്റ് വീഴുന്നവന്റെ ഫള് പറയുന്ന അധ്യായം. മൗലവിയുടെ ഫളലല്ല, മുസ്ലിയാരുടെ ഫളലല്ല, അപസ്മാരബാധ ഏൽക്കുന്ന ആളുകളുടെ ഫള് ശ്രേഷ്ഠത പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി ഇത് കൊണ്ടുവരുന്നത്. ഇമാം മുസ്ലിം ഇത് കൊണ്ടുവന്നതോ? ഇമാം മുസ്ലിം ഇത് കൊണ്ടുവരുന്നത് അതേ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ ആള്, അയാൾക്കൊരു മുസീബത്ത് ബാധിച്ചാൽ കേട്ടോ, ബാബു സവാബിൽ മുഅ്മിനി ഫീമാ യുസീബുഹു മിൻ മറദിൻ ഔ ഹുസ്നിൻ ഔ നഹവി ദാലിക ഹത്ത ശൗകതി യുശാഖുഹാ. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, എത്രത്തോളം അവന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ അതിന് പോലും പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന അധ്യായം. ആ അധ്യായത്തിലെ ഇമാം മുസ്ലിം ഈ ഹദീസ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇവർ നേരെ അതിന്റെ ആശയം നേരെ തലതിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ ഹദീസിനെ തന്നെയും അപഹസിക്കുന്ന രൂപത്തിൽ, പരിഹസിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുവാൻ മാത്രം ഇവര് എന്തെടുത്തു, അതപ്പതിച്ചു എന്നത് മാന്യ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയാണ്.